ഫസ്റ്റ് ജമ്പ് അടക്കാനുള്ള പരിപാടിയാണ്. അടുത്തത് മൊത്തം 6 ചെമ്പ് കറി. അവിടെ തിന്നു നോക്കി രാജേഷ് ഇറച്ചി പീസ് എടുത്ത് പോയാണ്. ചോറ് മൗലൂദ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂടാറിയിട്ട് എടുക്കട്ടോ. ഫിറോസ് അടക്കാൻ തുടങ്ങിയിരിക്കണോ? അടക്കലിന്റെ കാര്യത്തില് ഫിറോസാണ്. അതിന് പറയും തുഞ്ച് വെള്ളം തുഞ്ച് നീ വെള്ളം തുഞ്ച്. അപ്പോ ഇവിടെ ഇറച്ചി ചെമ്പ് ഒടിഞ്ഞ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസാക്കാണ് മെയിൻ അന്നദാന വെപ്പിന്റെ ആള്. ഇതാ സലീം ഉടക്കൽ തുടങ്ങിട്ടോ. സലീം ഭയങ്കരമായിട്ട് ഉടക്കുന്നത്. സലീമിന് എന്തായാലും രാത്രി ഒരു പ്രതികരണം കിട്ടിയോണ്ട് ഇപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഉടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതായത് ഫിറോസ്, പിന്നെ നമ്മുടെ നാട്ടിലെ മെയിൻ ഒരു മുതലാളിയായ സിദ്ദീഖ്, അവനാണ് ഇതിന്റെ ഫുള്ള് നേതൃത്വമൊക്കെ മുന്നില്. നേതൃത്വമായിട്ട് വഹിക്കണത് അവനാണ്. ഫാബ്രിക്കേഷന്റെ മെയിൻ ആളാട്ടോ. എന്ത് വർക്കുണ്ടേ പറയാ, സലീമിനെ ബന്ധപ്പെടുക. ഹംസ ഉണ്ട് കേട്ടോ. ഹംസ അക്കറ്റെ കുടിച്ചിരിക്കണു. ഒരാളെ പരിപാടി തന്നെയാണ് ഹംസ. ഒരാൾ വരുന്നുണ്ട്. മൈമാക്കതട്ടോ. പാത്രമായിട്ട് ഇപ്പൊ തന്നെ പോവാണ് ചെമ്പക്ക്. ഇത് നമ്മളെ സംസുവിന്റെ അനിയൻ. ഇതാ കണ്ടോളി, മൂപ്പരാണ് ഇതിന്റെ ഈ ഇവിടുത്തെ കോർഡിനേറ്റർ. ഈ ഏരിയത്തെ ഓരോ ഏരിയയിലെ കോർഡിനേറ്ററാ. ഇതാ വെപ്പേര്. ഇതാ രണ്ടാളിതാ. വെപ്പേര് രണ്ടാളിതാ. ചോറ് ചെമ്പിലായിക്കണു. ഊറ്റിട്ടോണ്ട് നിൽക്കുന്നുണ്ട്. 2 ചെമ്പ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാ ചെറിയ ചെറുപ്പക്കാരായ പയ്യന്മാരും ഇവിടെ ഉണ്ട്. കുഞ്ഞിപ്പൂന്റെ മകന്, അസിന്റെ മകന്, അങ്ങനെ ബഫൂറിന്റെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ ഭാര്യന്റെ മകന്. സായിറ്, നമ്മളെ സിനായി സായിറുണ്ട് ഇവിടെ. പിന്നെ അൻവർ ഇതാ. ഓലൊക്കെ വളമ്പാള സെറ്റ് ആയിക്കാണ്. അപ്പൊ ഇവിടെ അടുത്തൊക്കെ ഉള്ള ആൾക്കാർ ആരെങ്കിലും ആണെങ്കിൽ നേർച്ചയിൽ പങ്കെടുക്കുക, വരാൻ നോക്കുക. മൗലൂദ് കഴിഞ്ഞാൽ വളമ്പൽ തുടങ്ങും. ഞാൻ അത് പറഞ്ഞില്ല പറയരുത്. പിന്നെ നേർച്ചന്റെ ട്രഷററാണ് കുഞ്ഞിപ്പൂ. ഇതാണ് ട്രഷറർ. പള്ളി കമ്മിറ്റി ട്രഷററും നേർച്ചന്റെ ഭാരവാഹിയും വെപ്പേരൊക്കെ ഇതായിരുന്നു. ഇതാണ് ട്രഷറർ. ഇതാണ് സലീമിന്റെ അളക്കലുണ്ടല്ലോ നിങ്ങള്. ഇനി ഇങ്ങനെ ആ പൂളിയും അതൊക്കെ ഉണ്ട് ഒടഞ്ഞു വരാണ്ട്. അത് ഒടഞ്ഞു വരാം. സലീം ഒരാളിപ്പോ പഠിച്ചടിച്ച് മസില് നല്ല ചെമ്പില് ഒടയണടാ. അടികുത്തേ 6 ചെമ്പ് കറിയുണ്ട്. 5.5 കിൻഡൽ ചോറില് 5 കിൻഡൽ കുത്തിയിട്ടാണ്. 2 ചെമ്പ് ഇനി കുത്താനിരിക്കുന്നുണ്ട്. ആളുകളൊക്കെ റെഡിയായി. മൈമാക്ക ഏറും പുളിയൊക്കെ നോക്കന്നെയാണ്. നാത്തെ തൂക്കാത്രത്തിൽ കൊറേ കൊണ്ടേക്കണു. അത് കണ്ടല്ലോ തൂക്കാത്രറ്റും വരുന്നേ. ഇത് സലീമിന്റെ ലൈവാ പോണ്ടേ. നിങ്ങള് കരുതിയല്ല. ഇന്ത്യ രാജ്യ ലോകരാജ്യം മൊത്തം കാണാണ്. ഹംസാണ്ടില്ലേ മുഖംമൂടി ഇട്ടു കുന്നനെ ചെത്തടിക്കാൻ. ഭാര്യ ചേർക്കണേ.
നല്ല ഫാബ്രിക്കേഷൻ്റെ സൂപ്പർ പണിക്കാരനാണ്. എന്തെങ്കിലും ഏത് വർക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഹെവി വർക്കുകൾ സ്കൂളുകൾ അങ്ങനത്തെ ഒക്കെയാണ് മെയിൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ PWD കോൺട്രാക്ടറാണ്. അതിന് പുറമെ ഈ പള്ളീൻ്റെ ട്രഷററാണ്. അന്നദാന പ്രഭുവാണ്. ലൈവാ ആരാ ഇത് പണി കിട്ടോ അല്ല കാണാന് ആർക്ക് തരാനല്ല. നിങ്ങളൊക്കെ ഇയാളത് വലിയ കഷ്ടം നോക്കി എടുത്തോണ്ട് പോട്ടോ. നമ്മളെ നാട്ടിലെ കാരണവലാണ് സംഗതിയില്. ഒരു ദിവസം വേണം. ചൂടാണ് ചങ്ങായി. ഇത് പതിരാണല്ലോ. പതിരാ നിങ്ങൾക്ക് എന്ത് സാധനല്ല. ദിമക്കച്ചാണ് അപ്പൊ പതിരാണ്. ഇയാൾ അവതരിച്ചാണ് ഇയാൾ എടുത്തതാ. നോക്കണ്ട ഒരു ഇറച്ചിയാണ് ഇടുക്കി. ആ ഒരു ലക്ഷം അയ്യല്ല അടിയാണ് നോട്ടെ. ഏതായാലും ടേസ്റ്റ് നോക്കാണ് ഒരു കഷ്ണം നോക്കിയിട്ട് അറിയാം. അല്ല ഉപ്പൊരു മണി ഉണ്ട് കേട്ടോ. ഞാൻ അതാ നോക്കണേ. അതാ തുണിപ്പായി പെട്ടാണ്. ഉപ്പ് ഉപ്പ് ഇട്ടിട്ടില്ല, പാകാക്കിയില്ല. കുറച്ച് വെള്ളം കൊണ്ടുപോകാം. രാജേഷിനാണ് ബീഫ് തിന്നേറ്റേ ഒരു സുഖമില്ല. എന്താ എന്റെ സുസ്കാന്തി. ഇവിടെ ഭൂമിക്ക് ഇറങ്ങാല മേലെ കയറിക്കല്ലേ. ആരാ ഇത് കണ്ട ദിവസം വലിപ്പേറാ. അതിനെ കൊണ്ടേക്കോലെ പറഞ്ഞേ. ശരിയാണ് മുറിക്കുമ്പോഴേ ചെയ്യല്ല ഇഷ്ടം. ആരോടൊക്കെ തേങ്ങ കൊടുത്തീന് ഒരു ഐഡിയ ഇല്ല.